കൊല്ലം നിലമേലിൽ പ്രഭാത സവാരിക്കിറങ്ങിയ സ്ത്രീ ലോറി ഇടിച്ച് മരിച്ചു. 51-കാരിയായ മുരുക്കുമൺ സ്വദേശിനി ഷൈലയാണ് മരിച്ചത്. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, രാവിലെ തന്നെ അപകട വാർത്തയാണ് കൊല്ലത്ത് നിന്ന് എത്തിയത്. പ്രഭാത സവാരിക്ക് ഇറങ്ങിയ സ്ത്രീക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ആദ്യം കാർ ഇടിച്ചിടുന്നു, പിന്നെ ലോറി ഇടിക്കുന്നു. അത്യന്തം ദാരുണമായ സംഭവം. എന്താണ് ആ റോഡിൽ ശരിക്കും സംഭവിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഹനങ്ങളുടെ അമിത വേഗതയായിരുന്നു അപകട കാരണം. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ അപകടം ഈ MC റോഡ് നിലമേൽ ഉണ്ടാകുന്നത്. സാധാരണ MC റോഡിൽ വാഹനം വളരെയധികം സ്പീഡിലാണ് MC റോഡിൽ സഞ്ചരിക്കാറുള്ളത്. ഇവർ ഈ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കവെയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വന്ന കാറ് ഇവരെ ഇടിച്ചു തെറിപ്പിച്ച് റോഡിലേക്ക് ഇടുന്നത്. ഇതിനുശേഷം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ ചടയമംഗലത്ത് നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ ലോറി ഇവരുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. എന്തായാലും മൃതദേഹം ചിന്നിച്ചിതറിയ അവസ്ഥയിൽ നിന്നാണ് റോഡിൽ നിന്നും കാണപ്പെട്ടത്. ഇവരുടെ വയറിന് താഴെ അറ്റുപോയി, കൈകൾ അറ്റുപോയി. ഇതെല്ലാം തന്നെ ഫയർഫോഴ്സും അതുപോലെ സന്നദ്ധ പ്രവർത്തകരും എത്തിയാണ് റോഡിൽ നിന്നും നീക്കം ചെയ്ത്. അത്യന്തം ദാരുണമായ ഒരു അപകടമാണ് ഈ 51 വയസ്സുകാരിയ ഷൈലയ്ക്ക് ഉണ്ടായത്. ഷൈല ഒരു സൈഡ് മാത്രം ശ്രദ്ധിച്ചാണ് റോഡ് മറികടന്നതെന്നാണ് പോലീസ് പറയുന്നത്. മറുസൈഡിൽ കൂടിയാണ് ഈ കാറ് വളരെ വേഗതയിൽ വന്നത്. പക്ഷേ ആ കാറ് നിയന്ത്രണം വളരെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി നിർത്താൻ പറ്റുന്ന സ്പീഡിലല്ലായിരുന്നു. വളരെയധികം സ്പീഡിലാണ് ഈ കാറ് സഞ്ചരിച്ചത്. രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിൽ വാഹനങ്ങളും കുറവായിരുന്നു. അങ്ങനെയാണ് ഈ കാറിന്റെ ഒരു സൈഡിൽ ഇടിച്ച് ഇവർ തെറിച്ച് റോഡിലേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. പിന്നീടാണ് ഈ മറുസൈഡിൽ കൂടി വന്ന ലോറി ഇവരുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുന്നത്. എന്തായാലും ഇവരുടെ മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. MC റോഡിൽ ഇന്നലെ അപകടം നടന്ന, അതായത് ഇന്നലെ KSRTC അപകടം നടന്ന അതേ ഭാഗത്ത് തന്നെയാണ് ഇന്നും ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ലക്ഷ്മി പത്മ. ഷമീർ അബ്ദുള്ളാണ് വാഹനാപകടത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.